ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചനാദാലും 1/2 കപ്പ് മസൂർ ദാലുമാണ്. ഇത് രണ്ടും 1 മണിക്കൂർ മുൻപേ ചനാദാൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം 45 മിനിറ്റിന് ശേഷം വേണം മസൂർ ദാൽ അതിൻ്റെ കൂടെ കുതിർത്ത് വെക്കാനായിട്ട്. ഒന്നിച്ച് കുതിർത്ത് വെക്കരുത്, അപ്പം മസൂർ ദാൽ പെട്ടെന്ന് കുതിരും. അതുകൊണ്ട് നിങ്ങൾ 45 മിനിറ്റിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്മോൾ സൈസ് സവാള, ഒരു ചെറിയ പീസ് ജിഞ്ചർ, 2 ഗാർലിക്ക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. എൻ്റെ കയ്യിൽ കറിവേപ്പിലയും കൂടി ഇടണമായിരുന്നു. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പരിപ്പ് അതേ ജാറിലിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. കംപ്ലീറ്റ് അരയരുത്, ചെറുതായിട്ടൊരു തരിതരിപ്പ് പോലെ വേണം കേട്ടോ. പേസ്റ്റ് രൂപത്തിൽ അരക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അരച്ചെടുക്കാം. നമുക്ക് മുഴുവൻ പരിപ്പും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഓക്കെ. അങ്ങനെ ഞാൻ മുഴുവൻ പരിപ്പും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കായപ്പൊടി, അല്പം കായപ്പൊടി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സവാള, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്, ചില്ലി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി കുഴച്ചെടുത്തു. ഞാൻ കറിവേപ്പിലയ്ക്ക് പകരം മല്ലി ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് വട പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചു. മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങൾ എണ്ണ ചൂടാക്കാനായിട്ട്. ഹൈ ഫ്ലെയിം കൊടുക്കരുത്, അപ്പം പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് അകത്ത് വേവുണ്ടാവില്ല. ഇതുപോലെ കയ്യിൽ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. അധികം തിന്നായി പരത്തരുത്, മീഡിയം സൈസിൽ വേണം, കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണിത്. അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. ചായൻ്റെ കൂടെ ഈവനിങ്ങിൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എരിവ് കൂടുതൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത ഭാഗം കൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് മൊരിച്ചെടുക്കാം. കടലപ്പരിപ്പും മസൂർ ദാലും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഈ പരിപ്പ് വട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏകദേശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഒട്ടും എണ്ണ ഒടിക്കത്തില്ല.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.